ചോദ്യങ്ങളുടെ എല്ലാം ദൈവങ്ങളുടെ ഒരു അസ്തിത്വത്തെ ആണ് പ്രതിനിധീകരിച്ചുകൊണ്ട് മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം വ്യത്യസ്തമാക്കിക്കൊണ്ട് നമ്മളിപ്പോ ഈ പറയാൻ പോകുന്നത് മതത്തിന്റെ അധീനതയിൽ തന്നെയാണ് ദൈവങ്ങളുള്ളത്. അല്ലാതെ ഒരു ദൈവ കേന്ദ്രീകൃതമായ മതങ്ങൾ, ദൈവമാണ് ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് പവർ. അത് ദൈവത്തിന് മറികടന്നുകൊണ്ട് ദൈവം നിശ്വസിച്ച പോലെയുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് നമ്മൾ പിന്തുടരുന്നത് എന്നുള്ളത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ദൈവം വെറും ബലിമൃഗമോ അല്ലെങ്കിൽ ഒരു കുറ്റിയിൽ കെട്ടിയിട്ട കാളയെ പോലെയാണ്, ചക്ക ആട്ടുന്ന കാളയെ പോലെയാണ്. ഒരു പരിധിക്കുള്ളിൽ ലിമിറ്റേഷനുള്ളിൽ നിന്നുകൊണ്ട് മാത്രം അവർക്ക് അവരുടെ അനുഗ്രഹങ്ങളാവട്ടെ പിന്നെ എല്ലാം ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള വെറും പിന്നെ ഒരു പ്രഭാവത്തിന് പരിധിയുള്ളതാണ് ദൈവസങ്കല്പം. ഇപ്പൊ ഈ മറ്റുള്ള മതങ്ങളുടെ സെമിറ്റിക് മതങ്ങളുടെ ആവിർഭാവത്തോടുകൂടി അതല്ലെങ്കിൽ അവരുടെ അധിനിവേശത്തോടുകൂടി നിലവിലുള്ള പ്രദേശങ്ങളിലെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും അവരുടെ ദൈവങ്ങളും നിഷ്പ്രഭമായി പോവുകയും അവിടെ അധികാരവും പവറും പിന്നെ സൈനിക അംഗബലവും ഒക്കെ ഉള്ളവര് ഈ തിണ്ണം പിടിക്കൊണ്ട് അവരുടെ ദൈവത്തെ അവിടെ ആധാർ രാജ്യങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിലും സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ഒരു ജനീനമായിട്ട് എല്ലാവരിലും ഒരേ പോലെ കാണുന്ന മനുഷ്യരെല്ലാവരെയും ഒരേ ലെവലിൽ കാണുകയും അവർക്ക് ഒരേപോലെ തന്നെ സമാധാനവും സന്തോഷവും സൗഖ്യവും പിന്നെ പ്രദാനം ചെയ്യുന്ന ഒരു സങ്കല്പമല്ല. അത് ഏത് സംസ്കാരത്തിലാണോ അത് ഉയർന്നു വന്നത് ആ പരിധിയിലുള്ളവർക്ക് മാത്രമാണ് ആ ദൈവത്തെ കൊണ്ട് വിശ്വസിക്കാനോ അനുഗ്രഹം കിട്ടുമെന്നോ കരുതുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ളവര് അത് മുസ്ലിമാകാം, കാഫിറാകാം, മുസ്ലിമിന് അത് കാഫിറാകാം, ഹിന്ദു അത് അഹിന്ദു ആകാം, ക്രൈസ്തവൻ അത് വിജാതിജന ക്രൈസ്തവനോ ആകാം. അപ്പൊ ദൈവങ്ങൾക്ക് പരിമിതികളുണ്ട്. നമ്മൾ കണ്ടുചെയ്യുന്ന ദൈവങ്ങളിൽ ദൈവത്തിനെ കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പത്തില് പരിമിതികൾ ഇല്ലാത്തവനാണ്. പക്ഷെ പരിമിതി ഉള്ളത് ദൈവസങ്കല്പത്തിന് നിരക്കുന്നതല്ല, അത് മനുഷ്യ നിർമ്മിതിയാണ്. ആ നിർമ്മിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ചുറ്റുവട്ടത്തുള്ളവരെ മാത്രം പരിപാലിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവസങ്കല്പത്തെ എന്റെ യുക്തിക്കോ എന്റെ ചിന്തകൾക്കോ അത് വഴങ്ങുന്നില്ല, ഡൈജസ്റ്റ് ആകാത്തത് കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ചോദ്യങ്ങളിൽ ആദ്യമായിട്ട് സാധ്യതകൾ ഉണ്ടായത് എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. എന്റെ പിതാവ് വിശ്വാസി ആയിരുന്നില്ല. അത് ഞാൻ പലർക്കും പറയുന്നത് എന്റെ ബന്ധുക്കൾക്ക്, പ്രത്യേകിച്ച് എന്റെ അച്ഛന്റെ റിലേറ്റീവ്സിന് മരുമക്കൾക്കെല്ലാം വളരെ അസ്വസ്ഥത കളവാക്കുകയും അവള് പ്രസംഗിക്കുന്നത് പോരാ, ഞങ്ങളുടെ അങ്കിളിനെ നടന്നെടുക്കുന്നു, പിന്നെ വിശ്വാസിയല്ല അവിശ്വാസിയാണ്, മരിച്ചു പോയിട്ട് പോലും ശാപം കിട്ടുന്ന രീതി ഞാൻ പറഞ്ഞു. എനിക്കുള്ള കാര്യം സത്യമേ ഞാൻ പറയത്തുള്ളൂ. സത്യം എന്ന് തോന്നുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വാസ്തവത്തില് യുക്തിചിന്ത ഒരു സത്യാന്വേഷണത്തിന്റെ പാത തന്നെയാണ്. നമ്മള് മതങ്ങളെ കൂടുതൽ പറഞ്ഞു തന്ന മാത്രം കാര്യങ്ങളല്ലാതെ നമ്മൾ മതങ്ങളിലേക്ക് കൂടുതൽ ചിന്തിക്കുകയോ പഠിക്കുകയോ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴോ ചെയ്യുമ്പോ അതിൽ അസത്യങ്ങൾ ഇതൊരു യുക്തിക്ക് നിരക്കുന്നില്ല, നിലവിലുള്ള സത്യത്തോട് നീതി പുലർത്തുന്നില്ല, ധർമ്മത്തോട് നീതി പുലർത്തുന്നില്ല എന്നത് കാണുമ്പോൾ നമ്മളിലൊക്കെ ഒരു മാനവികതയും ധാർമ്മികതയൊക്കെ കൊണ്ട് നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അത് ശരിക്കും ഒരു സത്യാന്വേഷിയുടെ പാത തന്നെയാണ് യുക്തിചിന്ത. യുക്തിചിന്തയില്ലാത്ത മനുഷ്യരുടെ യുക്തിചിന്ത ഇല്ലാതെ ആർക്കും ജീവിക്കാനും സാധ്യമല്ല. അപ്പൊ ദൈവത്തിന്റെ പരിമിതികൾ നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് ആരും ആലോചിക്കുന്നില്ല. ചിന്താമണ്ഡലത്തെ ആ രീതിയിലേക്ക് ആയിട്ട് അനുകരിക്കുന്നില്ല. കൂടുതൽ നമ്മളെ ബന്ധനത്തിലേക്ക് ചിന്തകളെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പിന്നെ പഠനങ്ങളും കുടുംബാന്തരീക്ഷവും മാതാപിതാക്കളും എല്ലാം ആ രീതിയിലാകുമ്പോൾ പിന്നീട് അങ്ങനെ ഒരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാകാനാണ്. നമ്മളെ പോലെ വേറെ ചിന്തിക്കാനുള്ള ധൈര്യമുള്ള, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ എന്താണ് ശിക്ഷ ഉണ്ടാകുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കുമോ, എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കും, ഇങ്ങനെയുള്ള ഭയം കൊണ്ടാണ് ഈ മതങ്ങളെല്ലാം മനുഷ്യന്റെ മേലെ ആധിപത്യം നേടിയിരിക്കുന്നത്. ഭയവും പ്രലോഭനങ്ങളും കൊണ്ടാണ് അവരുടെ രാഷ്ട്രീയമായും സാമ്പത്തികമായും പൗരോഹിത്യപരമായും അധികാരവും പദവിയും സുഖലോകമായ ജീവിതത്തിനെല്ലാം
വലിയൊരു ഘടകം തന്നെയാണ് ഈ മതവും ദൈവവും. ആ ദൈവത്തെ അവരങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്നതുകൊണ്ടാണ് ദൈവം മതത്തിന്റെ ഒരു ബലിയാടാണ്, ബലിമൃഗമാണ്. അത് നിർഗുണമായ, നിഷ്പ്രഭമായ, നിഷ്ക്രിയമായ ഒരു സാങ്കല്പിക പ്രതിഭാസം മാത്രമാണെന്നുള്ളതിന്റെ തെളിവുകളാണ് നമ്മൾ അനുദിനം കാണുന്ന വാർത്തകൾ. അത് ഇപ്പൊ ഒരു മദ്രസയിലാവട്ടെ, ദൈവത്തിന്റെ വേദഗ്രന്ഥം കൊണ്ട് പരിപാലനം എടുക്കുന്ന ഒരു മക്കളെ മതബോധവും ദൈവവിശ്വാസവും ധാർമ്മികതയും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഭാഗത്തു നിന്ന് പോലും, അതായത് ഈ മതഗ്രന്ഥങ്ങളെല്ലാം നന്നായിട്ട് കാണാതെ പഠിച്ച് അതിന്റെ പ്രകീർത്തനങ്ങളും അതിന്റെ എന്താണ് എല്ലാ ഗുണവശങ്ങളും സ്വർഗ പ്രലോഭനങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നവരും അവരെ ഈ ഗ്രന്ഥം ഇരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുന്ന പരിശുദ്ധമെന്ന് കരുതുന്ന ആരാധനാലയത്തിൽ വെച്ച് കാണിക്കുന്നത്. അത് ക്രൈസ്തവ ദേവാലയങ്ങളിലെ അച്ഛന്മാരായിക്കോട്ടെ, പൂജാരി ആയിക്കോട്ടെ, പൂജാരിക്കുന്ന സാധ്യത കുറവാണ്. ഈ എല്ലാ ഡൽഹിയിലും പിന്നെ ഇസ്ലാം വിശ്വാസികളുടെ മക്കളെ വിടുന്ന പോലെ ആരും വിടാത്തത് കൊണ്ടാണ്, സാധ്യത കുറഞ്ഞത് കൊണ്ടാണ് അവിടുത്തെ കേസുകളും കുറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർ തന്നെ, വിശ്വസിക്കുന്ന ആളുകൾ തന്നെ എന്തെല്ലാം അധാർമികത ചെയ്യുന്നു. ആ അധാർമികതയ്ക്ക് പിന്നെ അവരെ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാതെ അവരെ സംരക്ഷിക്കുന്നു. അവർക്ക് എത്ര കോടികൾ വേണമെങ്കിലും അഭയുടെ കേസൊക്കെ നമുക്കറിയാം. അവിടെ ആരുടെ കൂടെയാണ് ശരിക്കും ഒരു ദൈവവിശ്വാസി ധാർമ്മികത ഉള്ളവരാണ് നിൽക്കേണ്ടത്. ഒരു സഭ തന്നെ അവരെ വെള്ളപൂശാനും രക്ഷപ്പെടുത്തവനും 500 കോടിയോളം രൂപയാണ് ചെലവിട്ട് ആ കേസില് ആ പെൺകുട്ടിയുടെ കൊലപാതകം ഒന്നും അല്ലാതാക്കി തീർക്കുന്നത്. അവരങ്ങനെ പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം സഭയുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്രാങ്കോ, റോബിൻ, ഇവരൊക്കെ ചെയ്യുന്നത് മദ്രസയിലെ ഉസ്താദന്മാര്, പള്ളിയിലെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാര്, ഇവരൊക്കെ ചെയ്യുന്ന അധാർമികത. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന ധാർമ്മികത? ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ മാത്രമുള്ളതാണ്, അവർക്ക് പാലിക്കാൻ നിർബന്ധമില്ലേ? അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ ദൈവം അവിടെ നിഷ്ക്രിയനായിട്ട് ഇരിക്കുകയാണ്. ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്റെ ആരാധനാലയത്തില് ഇത്ര വൃത്തികേട് ചെയ്യുന്നവര് അവിടെ വീണ്ടും വാഴുകയാണ്. പിടിക്കപ്പെട്ടില്ലെങ്കിൽ, വരാതെ കൊടുത്തില്ലെങ്കിൽ, എല്ലാം ഒത്തുതീർപ്പാക്കിയെങ്കിലും വീണ്ടും ആ കാവാലികരൊക്കെ തുടരുകയാണ്. അവരുടെ പള്ളിയിലെ കത്തോലിക്ക സഭയിലാവട്ടെ, മദ്രസയിലെ പിന്നെ ടീച്ചേഴ്സ് ആകട്ടെ, അവരവിടെ നിന്ന് വീണ്ടും തുടരും. ആരും പരാതിയെല്ലാം സംസ്കരിക്കപ്പെടുകയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ദൈവത്തിന്റെ പ്രഭാവം നമ്മൾ കാണുന്നില്ല ഒരിടത്തും. ഈ ആൾക്കാര് ഇതിനെ ദുരുപയോഗം ചെയ്യുകയും മനുഷ്യനെ അത് കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരു ബിംബം അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് അതിനകത്ത് ചെയ്തുകൊണ്ട് ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇതൊക്കെ വിളിച്ചു പറയാനായിട്ട് നമ്മളെ പോലെയുള്ള സ്ത്രീകൾ, വളരെ കൂടുതലും ഒരു ഇസ്ലാം വിശ്വാസിയായ ഒരു സ്ത്രീ എന്നൊക്കെ വന്ന് പബ്ലിക്കിൽ പറയുക എന്ന് പറഞ്ഞാൽ അത് ചിന്തകൾക്ക് അപ്പുറത്താണ് അവര് അത്തരം ധൈര്യമുള്ളവര് ഉണ്ടാകുക എന്നുള്ളത്. അത് എനിക്കിപ്പോ വീട്ടിൽ നിന്ന് ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പറയാനായിട്ട്. എങ്കിൽ പോലും ഞാനിവിടെ എത്തിയത് എന്റെ പ്രാതിനിധ്യം അത് പലർക്കും ഒരു പ്രയോജനമാകുമെങ്കിലല്ല, അത് കേൾക്കാൻ ആരെങ്കിലും ഒക്കെ മനസ്സ് വെക്കുവാണെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഈ ദൈവത്തിന്റെ പല പല ദൈവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, നിഷ്ക്രിയമായി പോയിട്ടുണ്ട്, മണ്ണറന്ന് പോയിട്ടുണ്ട്. ഒരുപാട് ദൈവസങ്കല്പങ്ങൾ. അതുപോലെ തന്നെയുള്ള നമ്മുടെ ഇത് അധീശത്വമുള്ള, അധീനതയുള്ള, ഭരണ അധികാരമുള്ളവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വരെയുള്ളൂ ഇവയ്ക്കൊക്കെ ആയുസുള്ളൂ. ഇത് മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ ഈ വിശ്വാസങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃതമാണ് ഈ ദൈവത്തിന്റെ നിലനിൽപ്പ്. മനുഷ്യർ ഉപേക്ഷിക്കണമെന്ന് ഈ ദൈവങ്ങൾ അപ്രശസ്തമാണ്. അവര് വേറെ ഒരു ദൈവത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോഴും പഴയ ദൈവം അപ്രസക്തമാകും. അതിന്റെ ഉദാഹരണമാണ് ഇപ്പം ബാബറി മസ്ജിദ് തന്നെ. അതും അള്ളാഹുവിന്റെ ഒരു ആലയമായിരുന്നു. അവിടെ ഇപ്പൊ സംഘികൾ അത് തകർത്ത് അവിടെ രാമനെ പ്രതിഷ്ഠിച്ചു. അവിടെ ഏതോ സർവശക്തനായ ദൈവം അവിടെ നിഷ്ക്രിയനായിപ്പോയി, അള്ളാഹു അവിടെ നിഷ്ക്രിയനായിപ്പോയി. ബാബർ രാമന്റെ ജന്മഭൂമിയുടെ അടുത്ത ക്ഷേത്രം നശിപ്പിച്ചപ്പോ രാമനും നിഷ്ക്രിയനായിപ്പോയി. 500 വർഷത്തോളം വർഷത്തോളം വേണ്ടി വന്നു വീണ്ടും രാമൻ അവിടെ സ്വന്തം കിടപ്പാടം അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ദൈവങ്ങളുടെ എല്ലാം കഴിവ് നമ്മളിങ്ങനെ വെറുതെ ചിന്തിച്ചാൽ മതി. അതിന് വലിയൊരു പഠനമോ പിന്നെ അറിവോ ഒന്നും വേണ്ട. സാധാരണ ചിന്തകൾ കൊണ്ട് മാത്രം നമുക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് വ്യതിരക്തമായിട്ട് തിരിഞ്ഞു വരും. അതിന് പോലും ആരും മനസ്സിലാക്കാത്തത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും മക്കളെ കൂടെ തളയ്ക്കപ്പെടുന്നത്. ജീവിതത്തിൽ ഈ സമൂഹം എങ്ങോട്ടാ പോകുന്നത്? ഇത്രയേറെ വിശ്വാസികളുള്ള ഈ സമൂഹം അധപ്പതനത്തിലേക്കാണ് പോകുന്നത്. ഈ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും വർഗീയപരമായിട്ടും എവിടെയും മതത്തിന്റെ അസ്ഥിരതയാണ്.
ഒരു മനുഷ്യനെ പരിചയപ്പെടുമ്പോൾ ഉള്ളിൽ ഇവൻ ഏത് മതക്കാരനാണെന്നുള്ള ഒരു ഉത്സുകത ഉള്ളിലുള്ളത്. അപ്പം ബലഹീനനായ അല്ലെങ്കിൽ ന്യൂനപക്ഷമായ ഒരു ജനവിഭാഗത്തിന്റെ മേൽ ഭൂരിപക്ഷമായ വർഗീയ ശക്തികൾ ആരാണ് അവർ കുതിര കയറുന്നത്. അവിടെ ആ ന്യൂനപക്ഷത്തിന്റെ ദൈവം അനങ്ങത്തില്ല, ഒരു സഹായം ന്യൂനപക്ഷത്തിന് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇപ്പൊ ലോക യുദ്ധങ്ങൾ നടക്കുന്നു. ആദ്യ കാലഘട്ടമാണ് മനുഷ്യൻ മാനവികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മനുഷ്യന്റെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരായ ഈ ലോകത്ത് ഒഴിവാകുന്നില്ല. അവിടെ അടിസ്ഥാനം ചെറിഞ്ഞ് നോക്കിപ്പോയാൽ അവിടെ എല്ലാം മതത്തിന്റെ ആ ഒരു ഘടകം തന്നെയാണ് കാരണമെന്ന് മനസ്സിലാകണം. മനുഷ്യനെ കൊല ചെയ്യുവാനും അവരെ കൊള്ളയടിക്കാനും അവരെ നിരാലംബരാക്കാനും അവർക്ക് രാജ്യം വിട്ട് പലായനം ചെയ്യുവാനും എല്ലാം വേറൊരു മതത്തിന്റെ വിശ്വാസിയുടെ ദൈവത്തിന്റെ ആളുകളാണ് തുനിയുന്നത്. ഇതിലെവിടെയാണ് ധാർമ്മികത ഉള്ളത്? മനുഷ്യരെന്ന മുഴുവൻ മനുഷ്യന്റെ പ്രശ്നങ്ങളും സങ്കടങ്ങളും അവന്റെ കണ്ണുനീരിനും ഒക്കെ വില കൽപ്പിക്കാതെ ഇന്ന മതക്കാരന്റെ കണ്ണുനീരിനും അവനെ ഉപദ്രവിച്ചതിന് മാത്രം ശിക്ഷിക്കാനിരിക്കുന്ന ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചതിനെ മാറ്റി നിർത്തിയത്. നമ്മുടെ ആരോഗ്യത്തിന് കുറ്റം തോന്നിയാലും നടക്കുവാനും എന്താണ് മതമില്ലെങ്കിൽ പിന്നെ എന്തു ആകാം അതിനെ അഴിച്ചു വിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഫെമിനിസം പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് വ്യക്തിരിക്കുന്നത്. സ്ത്രീയുടെ അവകാശങ്ങളെ കുറിച്ച് മതം പിന്നെ അതിന് വെറും മൂന്നാം പൗരയുടെ പോലെ ഒരു വില കൽപ്പിക്കാത്തപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു രഹസ്യമായ കോഡ് അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ മതമുള്ളത്. അത് പിന്നീട് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ട. നമുക്ക് മനസ്സിലാകുന്ന പോലെ ദൈവത്തിന് ലളിതമായിട്ട് ബോധ്യപ്പെടുത്താനുള്ള കഴിവുള്ള ഒരു സർവ സൃഷ്ടിക്ക് എന്തുകൊണ്ടാണ് നമ്മളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് മനസ്സിലാത്ത കാര്യങ്ങൾ പറയുന്നത്? സ്ത്രീയെ അടിമയാക്കുക, ഏത് മതത്തിലായാലും സ്ത്രീക്ക് പിന്നെ ഒരു പുരുഷന്റെ പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ഉൽപ്പന്നം, പുരുഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെ പരാമർശിച്ചിരിക്കുന്നത്. അവർക്കാണ് കൂടുതൽ നിബന്ധനകളും പിന്നെ വിലക്കുകളും ഒക്കെ നിബന്ധനയാക്കി വെച്ചിട്ടുള്ളത്. കാരണം സ്ത്രീ അവളുടെ ആ കയ്യിലാണ് മതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. അവര് തിരികെ ചിന്തിച്ചു പോയാൽ ആ കുടുംബം, കുടുംബമാണല്ലോ വിദ്യാലയം. അവിടെ നിന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കി പോകുന്ന കുട്ടികളുടെ വേറൊരു ചിന്ത നടന്നു വരികയല്ല. സ്ത്രീക്ക് അവളുടെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കാൻ സാധ്യത ഉണ്ടാകുമോ? അതൊന്നും ചെയ്യാതെ കൂച്ചുവെല്ലാം ഇട്ടേക്കേണ്ടത് മതത്തിന്റെ ആവശ്യമാണ്. സ്ത്രീയുടെ സ്വാതന്ത്ര്യം അവരുടെ മതത്തിന്റെ പിന്നെ അടിസ്ഥാനത്തിന് കല്ലടങ്ങുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കൂടുതൽ വിലങ്ങുകൾ വെച്ചിരിക്കുന്നതും കൂടുതൽ നിബന്ധനകൾ വെച്ചാൽ കെട്ടിപ്പൂട്ടി വെക്കേണ്ട എല്ലാ കാരണം വന്നത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ മതങ്ങളുടെ ദൈവങ്ങളുടെ നിഷ്ക്രിയ അവസ്ഥകൾ എവിടെ ആധിപത്യമുള്ള വിഭാഗം കേവലം ആ സംസ്കാരവും ആ വിശ്വാസവുമാണ് അത് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവന് നിലവിലുണ്ടാകുന്ന ദൈവം അപ്രസക്തമാകുന്നു, നിഷ്ക്രിയനായിത്തീരുന്നു. നിഷ്ക്രിയനായ ഒരു ദൈവസങ്കല്പം ഒരിക്കലും ഒരു അൾട്ടിമേറ്റ് പവറിന് ചേരുന്നതല്ല. പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ അതിന്റെ വിശാലത, അതിന്റെ വികസനം ഓരോ സെക്കൻഡിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ആ ഒരു അത്രയും ശക്തിയുള്ള ഒരു പിന്നെ പ്രതിഭാസത്തിന് ഈ വെറും നിസ്സാര കാര്യങ്ങളുടെ കാര്യത്തിൽ സസൂക്ഷ്മം വീക്ഷിക്കുകയും അതിന് ഈ ശിക്ഷ വിധിക്കാണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ എന്താണ് ബാലിശമായിട്ടുള്ള കാര്യമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൈവ മതത്തിനുള്ളിലുള്ള ഒരു വെലിമൃഗമെന്ന് പറയാനായിട്ടുള്ള കാരണം. പിന്നെ ഈ സംസ്കാരങ്ങളുടെ അധിനിവേശത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ മെസൊപ്പൊട്ടേമിയ ഇതിനു മുമ്പേ ഒരുപാട് ദൈവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവില് 5 പ്രമുഖ മതങ്ങളുണ്ട്: ഇസ്ലാം, ക്രിസ്ത്യൻ, ഹിന്ദു, ബുദ്ധിസം, ജൂതായിസം. ഇതൊക്കെ കൂടാതെ തന്നെ ഒരു 5000-ഓ 10,000-ഓ ഇടയ്ക്ക് തന്നെ വിശ്വാസങ്ങളും ദൈവസങ്കല്പങ്ങളും ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ ദൈവങ്ങളെ ഒന്നും നമുക്കറിയില്ല. ഇനിയിപ്പം ഞാൻ മുസ്ലിം ആയിരുന്നപ്പോൾ എനിക്ക് ക്രിസ്ത്യൻ ദൈവത്തെ പേടിയില്ല, ആ നരകത്തെയും പേടിയില്ല, ഹിന്ദു ദൈവങ്ങളെ ഒന്നും ഭയമില്ല. എനിക്ക് എൻ്റെ ഒരു ദൈവത്തിന്റെ സംരക്ഷണം മാത്രം മതിയെന്ന് ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ ആ മനുഷ്യ ദൈവങ്ങൾ നമുക്ക് പരിചയമില്ല. നമ്മുടെ കുട്ടികൾ നമ്മൾ പഠിപ്പിച്ചാൽ മാത്രമുള്ള ദൈവവും മതവും ഒക്കെ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അവരെ പഠിപ്പിച്ചോന്ന് പറയണം, ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ആ ദൈവം അവിടെ ശൂന്യമാണ്, ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കും കുട്ടികളുടെ മെമ്മറിയിൽ. അവരെ പഠിപ്പിച്ചത് കൊണ്ട് മാത്രമായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അത് ആചാരങ്ങളും അതിന്റെ ക്രിയകളും എല്ലാം നടത്തിക്കൊണ്ട് പോയി സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രം മനുഷ്യന്റെ ഒരു പിന്നെ സഹായത്തോടെയാണ് ദൈവം നിലനിൽക്കുന്നത്.
പിന്നെ ഇസ്ലാമിലെ ദൈവത്തിലുള്ളത് സങ്കല്പം. അടിമ സങ്കല്പത്തെ കുറിച്ച് ഏകദേശം എല്ലാവരും പ്രഗത്ഭരായ പല വിമർശകരും ഉണ്ട്. ജബ്ബാർ മാഷുണ്ട്, ലിയാഖത്ത് തലിയുണ്ട്, ആരിഫുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞ് അവരൊക്കെ കേൾക്കുന്നതായിരിക്കും നിങ്ങളും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ട് ഒന്ന് പരാമർശിച്ചു പോകാവുന്നേ ഉള്ളൂ. അടിമ വ്യവസ്ഥ തന്നെ ഒരു മാനവികതയ്ക്ക് ചേർന്ന ഒരു കാര്യമേ അല്ല. നമ്മൾക്ക് അതിന്റെ ഒന്നും ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ദൃശ്യമായിട്ട് അനുഭവത്തിലൊന്നും വരാത്തത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ഗൗരവം കുറഞ്ഞിരിക്കും. ഒരു കഥ കേൾക്കുന്നത് പോലെയുള്ളൂ. പക്ഷെ അത് അനുഭവിച്ച് കടന്നുപോയ ജനതതി അവരുടെ വികാരങ്ങൾ, അവരുടെ അവകാശങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. ഭാര്യയും ഭർത്താവും കുടുംബമായിട്ട് കഴിഞ്ഞിരിക്കുന്നവര്, അല്ലെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ ആ കുടുംബത്തിൽ നിന്ന് പറിച്ചു മാറ്റി വേറെ ആള് വിലയ്ക്ക് വാങ്ങുന്നു. ഇവിടുന്ന് ഭർത്താവിന്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു, കുട്ടികളെ വേറെ ആൾക്കാർ കൊണ്ടുപോകുന്നു. അവരുടെ വികാരങ്ങൾക്ക്, അവരുടെ സങ്കടങ്ങൾക്ക് ഒന്നും ഒരു വില കൽപ്പിക്കുന്നില്ല. അത് ഒരു ദൈവസങ്കല്പത്തിൽ നിരക്കുന്നില്ല. അതുപോലെ തന്നെ ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് ഇതോ ഈ ചാതുർവർണ്ണ്യം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ ദൈവമാണ് ഇതിന്റെ സംവിധായകൻ. മുഖത്ത് നിന്ന് അറിയാം എല്ലാവർക്കും ചാതുർവർണ്ണ്യം സൃഷ്ടം എന്നുള്ളത് ഒരു ശ്ലോകം. അത് എന്താണ് കർമ്മ വിഭാഗശാലല്ലേ പറയുന്നത്, എന്താണ് അതെ. അപ്പൊ അതിൽ പോലും ഈ ഓരോ കർമ്മവും ജോലിയും വെച്ച് ഗുണവും വെച്ചാണ് മനുഷ്യനെ വേർതിരിക്കുന്നത്. ദൈവത്തിന്റെ വേർതിരിവ് അങ്ങനെ ഒരു ദൈവം മനുഷ്യനെ വേർതിരിക്കുകയാണ്. മുഖത്തിൽ നിന്നുണ്ടാവുക, ചെസ്റ്റിൽ നിന്ന് വരിക, നാഭിയിൽ നിന്ന് വരിക, പാദത്തിൽ നിന്ന് വരിക, ഇതിനകത്തുള്ള വെളിയിലുള്ള ആളുകൾ. അത് ഇപ്പൊ പറഞ്ഞതുപോലെ പിന്നെ രാമസ്വാമി തന്തയിട്ടോട് പറഞ്ഞതുപോലെ ബാക്കിയുള്ളവർ എവിടെ നിന്നുണ്ടായി വെച്ചപ്പോ ബാക്കിയുള്ളവർ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നാണ്. പക്ഷെ അതല്ലല്ലോ, ആ ദൈവം ചോദ്യചിഹ്നമാണ്. ആ ദൈവം അല്ല ഇവരുണ്ടാക്കിയെങ്കിൽ ഇവരുടെ ദൈവം പിന്നെ ആര്? ആ ദൈവത്തിനപ്പം ഇവർ ബാധ അല്ലെങ്കിൽ ഇവർ സൃഷ്ടിച്ച വേറെ ദൈവമുണ്ടോ? അവരോട് കരുണയും ആദരവതയും ഇല്ലാതെ അടിമകളുടെ വ്യവസ്ഥയുടെ വേറൊരു രൂപം തന്നെയാണ് ചാതുർവർണ്ണ വ്യവസ്ഥിതിയും. അതുകൊണ്ടാണ് ഇപ്പൊ ശശികല പറഞ്ഞിട്ട് ഇവിടെ പരാമർശിച്ചു പോയ കാര്യങ്ങളൊക്കെ വേറെ പറഞ്ഞ പണി ചെയ്താൽ മതി, വേറെ പാടാനായിട്ട് വേറെ റാപ്പ് പാടണ്ട എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് മനുവിലുള്ള ഈ ചാതുർവർണ്ണ വ്യവസ്ഥിതി ഇവിടെ സംജാതമാക്കാൻ വേണ്ടി ഈ പറയുന്ന അവർണകത്തിൽപ്പെട്ടവർ പോലും ഇപ്പം അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പിന്നെ ഖേദകരമായ കാര്യം. അവരറിയില്ല എന്താണ് അവർക്ക് തന്നെ വിനയാകുന്ന ഒരു കാര്യത്തിന് വേണ്ടി കൂട്ടുനിൽക്കുകയാണെന്നും അവരുടെ ഇവിടെ കേരളത്തില് ആ ഒരു പിന്നെ ആദർശം അല്ല ആ ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയം കൊണ്ടുള്ള കൊണ്ടുവരുവാനും തത്രപ്പെടുന്നത്. അതിനൊക്കെ എന്താണ് നിയന്ത്രണം ഉണ്ടാക്കിയത് മനുഷ്യന്റെ ചിന്തകളിലേക്ക് അതെല്ലാം ഇട്ടു തന്നത് ശ്രീനാരായണ ഗുരു. അതുപോലെ തമിഴ്നാട്ടിലെ തന്തയിൽ പെരിയോ ഇതൊക്കെ കൊണ്ടാണ് തമിഴ്നാട്ടിലും കേരളത്തിലൊന്നും ഈ വർഗീയ രാഷ്ട്രീയത്തിന് അത്രയും വേര് പിടിക്കാൻ പറ്റാത്തത്. ഇവിടെ നിങ്ങളൊക്കെ ഈ ഹിന്ദു സ്ത്രീകൾ ഇപ്പൊ ഇവരെ നമ്മുടെ അടുത്തൊക്കെയുള്ള പിന്നെ SC പെട്ടവര് അവരെല്ലാം ഭയങ്കര ഭക്തകളാണ്. രാവിലെ അമ്പലത്തിൽ പോകുന്നതാണോ വൈകുന്നേരം പോകുന്നതാണോ ഇവരറിയുന്നില്ല. അവരുടെ മുത്തശ്ശി അനുഭവിച്ചത് അമ്പലത്തിന് വഴിക്കൂടെ പോകാൻ പറ്റിയില്ല. ഒക്കെ ദൈവങ്ങൾ ഒരിടത്തും വെളിപാടുണ്ടാക്കിയിട്ട് പറയല്ലായിരുന്നു. ഈ എന്താ മക്കൾ തന്നെയാണ് അവര് വരുന്നത്, നിങ്ങൾ തടയരുതെന്നും ഒരു വെളിപാട് വന്നില്ല, ഒരു ദേവപ്രശ്നം വെച്ച് ഇപ്പൊ പറഞ്ഞ് കണ്ടുപിടിക്കപ്പെട്ടില്ല, പറയപ്പെട്ടിട്ടില്ല. ഇതൊക്കെ സമരം ചെയ്ത് തന്നെ നേടിയെടുത്തതാണ് ഈ അവകാശങ്ങൾ. നിങ്ങളെ കണ്ടാൽ പോലും അശുദ്ധിയാകുന്ന ചൈതന്യത്തിന് കോട്ടം കെട്ടുന്ന ഒരു പ്രതിഭാസം എന്ന സങ്കല്പം വിശ്വസിക്കുന്ന ദൈവത്തിന് നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? മെക്കിട്ട് കയറി ചെന്ന് വലിയ കയറി ചെന്നിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം കാണും. നിങ്ങൾ കാണുന്നത് തന്നെ ശുദ്ധീകരണം നടത്തേണ്ട കാലം ഉണ്ടായിരുന്നു. നിങ്ങൾ സമരം ചെയ്താണ് വഴി കൂടെ പോയി നടക്കാനായിട്ട് അവകാശം കിട്ടിയത്. അതൊക്കെ ഈ അടുത്ത കാലത്താണ്, 100 വർഷം പോകുന്നതേ ഉള്ളൂ. 603 ദിവസങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് വൈക്കം പിന്നെ ക്ഷേത്രത്തിന്റെ പൊതുവഴി കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. അവിടെ വൈശ്യനായ ഗാന്ധിജിക്ക് പോലും എന്താണ് ഐക്യം കൽപ്പിച്ചിട്ടുണ്ട്. കാരണം ഐക്യജാതിക്കാരുമായിട്ട് ഇടപെട്ടു സമരത്തിന്റെ ഭാഗമായിട്ടോ അല്ലാതെ. അത് തന്നെയല്ല ത്രൈവർണികത്തിൽപ്പെട്ട ചാതുർവർണ്ണയത്തിൽ തന്നെ ത്രൈവർണികത്തിൽപ്പെട്ട വൈശ്യനാണ് പിന്നെ മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിക്ക് പോലും എന്താണ് ഇന്റർകൃത്യമായിട്ട് പ്രവേശനം കൊടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പം ഈ ദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടുമെന്നും പറഞ്ഞിട്ട് ഈ ദൈവങ്ങളൊക്കെ ആയതാണ് സവർണന്റെ ദൈവങ്ങളാണ്. സവർണൻ ഹൈജാതി ദൈവങ്ങളും ഉണ്ട്. ശൈവ സങ്കല്പങ്ങള് ബ്രാഹ്മണ്യത്തിന് ചേർന്നതല്ല. ആയിട്ട് മദ്യം കൊടുക്കാറുണ്ട്. ശിവൻ ചൂടൊക്കെ കിടന്ന് നൃത്തം ചെയ്യുന്ന ആളാണ്. ശിവന് പിന്നെ എന്താണ് വേറെ എന്തൊക്കെയോ അവരുടെ
ബലി ഒക്കെ കൊണ്ടുവരുന്നതാണ്. അത് ബ്രാഹ്മണ്യത്തിന്റെ ഒരു ദർശനത്തിന് നിരക്കുന്നതല്ല. അങ്ങനെയുള്ള ശൈവ ക്ഷേത്രങ്ങളും ശൈവ ആരാധന പോലും ആരും ഹൈജാക്ക് ചെയ്തു, ബ്രാഹ്മണ്യം ഹൈജാക്ക് ചെയ്തു. അവിടെ പോലും ഇതൊക്കെ ഒരു പൂജാരി ആവാനോ ഇതിന്റെ പൂജാരിയുടെ കഴിവുകാരനാകാനോ പോലും സമ്മതിക്കുന്നില്ല ഈ വ്യവസ്ഥ. ഇപ്പോഴും പറയും വ്യവസ്ഥയൊന്നുമില്ല, ഇതൊക്കെ കഴിഞ്ഞു പോയി, നിങ്ങളൊക്കെ പറഞ്ഞ് പറയുന്നതാണ് നിങ്ങളുടെ താല്പര്യങ്ങൾ ഹിന്ദു ഒന്നാകുന്നത്. എന്തുകൊണ്ടാണ് ഈ എന്താണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ പോലും ഒരു കഴക്കാരനായിട്ട് ഒരു അവർണ ജാതിയുള്ള അല്ലെങ്കിൽ പിന്നാമ്പ വിവാഹക്കാരൻ അവര് കൊടുക്കാം. കഴക്കാരൻ എന്ന് പറഞ്ഞാൽ എന്തോ പൂജയ്ക്കായിട്ട് ബന്ധമില്ലെന്നാണ് തോന്നുന്നത്. ഈ പൂജാ സാമഗ്രികളെല്ലാം ശരിയാക്കി കൊടുക്കുക, പൂജാ പാത്രങ്ങൾ പിന്നെ കഴുകുക, മാല എടുക്കുക, ക്ഷേത്രം തുറന്നു കൊടുക്കുക, ഇതൊക്കെ കഴക്കാത്ത ജോലി. അതിന് പോലും അവൻ യോഗ്യനല്ല. അങ്ങനെയുള്ള ദൈവങ്ങളുടെ അടുത്ത് വേണ്ടിയിട്ടാണെങ്കിൽ എന്താണ് ഗുരുവിനോട് പോയി പിന്നെ സ്വർണം കൊടുക്കുന്നു, ബീഫ് കൊടുക്കുന്നു, പിന്നെ സ്കൂട്ടർ 2 വീലർ കൊടുക്കുന്നു ഗുരുവായൂരിന്. ഇത് ചിലപ്പോൾ അങ്ങനെ ഇതിന്റെയൊക്കെ പുറകിലുള്ള അമ്പലത്തിൽപ്പോലും കണ്ട് കേട്ടാൽ ഇപ്പോഴും ആ അമ്പലത്തിൽ ദൈവത്തെ പൂജിക്കാൻ അനുവദിക്കാത്ത ദൈവങ്ങൾക്ക് വേണ്ടിയാണ് ചിന്തിക്കുമ്പോൾ എത്രത്തോളം മനുഷ്യന്റെ ചിന്താശേഷി പരിഹാസമാകുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഇസ്ലാമിന്റെ കാര്യത്തിലുള്ള കാര്യങ്ങളിലേക്ക് വന്നെങ്കിൽ ദൈവം പല കാര്യങ്ങളിലും ഒരു കാര്യസ്ഥന്റെ റോളിലേക്ക് തരം തരുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ ദൈവസംഘത്തിന് വിഘാതമാണ്. നമ്മൾ കരുതുന്ന ദൈവസംഘത്തിന്റെ വിഘാതമാണ്. ഒരു പ്രവാചകന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു കാര്യസ്ഥനെ പോലെ ചാർജ് വേണ്ടി ഇരിക്കുക. അവിടെ ആരൊക്കെ വരണം, ആരൊക്കെ പോകണം, ആരൊക്കെ എപ്പോ പോകണം എന്നുള്ള നിർദ്ദേശങ്ങൾ ആ സമയങ്ങളിൽ ഇറക്കാണ്. അതായത് നബിയുടെ വിവാഹ സമയത്ത് അതായത് ജപാമാഷൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആർക്കും തോന്നി ഞാൻ പറയുന്നത് കേൾക്കാത്തവർക്ക് മാത്രം കൊണ്ടൊരു കൗതുകമുണ്ട്. പിന്നെ ഗുരുവായൂർ കേൾക്കുന്നവരുടെ അവർക്ക് വേണ്ടിക്കൂടെ എന്തായാലും ഇതിൽ പറയും. അപ്പൊ ദൈവത്തിന്റെ താല്പര്യം പ്രവാചകന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനാണ്. അതായത് ഈ മഹാപ്രപഞ്ചത്തിന്റെയും ഇവിടെയുള്ള മാനവ കുലത്തിന്റെയും രക്ഷയ്ക്കോ അവരുടെ പൊതു ജീവിത സൗകര്യത്തിനോ സമാധാനത്തിനോ ഉള്ള വഴികളല്ല പറയുന്നത്. ഒരു ആധുനികമായിട്ടുള്ള ഒരു കിതാബില് ഈ വേറെ അവസാനത്താണ് എന്നേക്കുമായിട്ടൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ബുക്കിൽ പോലും ഒരു പ്രവാചകന്റെ വീട്ടുകാര്യങ്ങളെ കുറിച്ച് നിഷ്കർഷിക്കുക, അവിടെ ഈ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നവരോട് പോകാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ പറയുകയാണ്. ദൈവത്തിന് അനുഭവിപ്പിക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിന് പിന്നെ നേർച്ച കൊടുക്കുമ്പോ പൈസ കൊടുക്കുമ്പോ അല്ല അതിന് വേണ്ടിയിട്ട് ഓരോ ബലി കൊടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ചോദ്യങ്ങൾ വരികയാണ്. ബലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാക്രിഫൈസ് ആണ്, ഒരു മനുഷ്യന്റെ ഏതൊരു ജീവിയുടെ രക്തം. ഇതൊക്കെ ഒരു ദൈവം ആഗ്രഹിക്കുക ചോദിക്കാന്ന് പറയുമ്പോൾ അതിനോടോ എന്ത് നികൃഷ്ടതയാണ് ദൈവമാണ് പൈശാചികത. ദൈവം ആഗ്രഹിക്കുന്നത് ബലി എന്ന് പ്രാണത്തെ ഗോത്രങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യന്റെ വിശ്വാസങ്ങൾ ഉറയ്ക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബുദ്ധി ശക്തി വരുന്നതിന് മുമ്പ് എന്താണ് പ്രപഞ്ചത്തിലുള്ള ഈ വിശ്വാസങ്ങളെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അവർക്ക് അവരൊക്കെ ഇത് കണ്ടത് ഏതോ ഒരു ശക്തി അതിന് അവരുടെ രീതിയിൽ കൊടുക്കാവുന്ന പ്രീതിപ്പെടുത്തലുകൾ നടത്തിയാണ് ആചാരങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നത്. അത് അതിന്റെ ശക്തി വരുമ്പം അതവിടെ നിഷ്പ്രഭാവം ഇല്ലാതാകപ്പെടുകയോ സംശയിക്കപ്പെടുകയോ ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വൈഷ്ണവര് ശൈവാരാധനയെ സംശയിച്ചായിരിക്കും അധിപന്മാരായതുപോലെ ഒന്നിലേക്കുള്ള കൂടി ചെയ്തു അല്ലെങ്കിൽ അത് നിർമ്മാർജ്ജനം ചെയ്യുന്നത്. അങ്ങനെ ഒക്കെയാണ് ഇത് ദൈവങ്ങളുടെ കഷ്ടപ്പാട് നിലനിൽക്കും എന്നുള്ളത് വെറുതെ നോക്കിയാൽ പോലും മനസ്സിലാക്കും. അപ്പൊ മതത്തിന്റെ ആചാരങ്ങൾ അവയെല്ലാം മനുഷ്യനുണ്ടാക്കിയതും മനുഷ്യ കേന്ദ്രീകൃതവുമാണ്, അല്ല ദൈവ കേന്ദ്രീകൃതമല്ല. അത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് വെറുതെ നല്ല ശീലം തന്നെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ ക്രൈസ്തവത്താണെങ്കിലും ഇപ്പോ പറഞ്ഞു അതിന് കന്യാസ്ത്രീ മഠങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളിൽ അവിടെ സ്ത്രീക്ക് ഒരുപാട് പരിമിതികളും നിബന്ധനകളും നിയന്ത്രണങ്ങളും ഉണ്ട്. പക്ഷെ പ്രതിപുരുഷനായ യേശുവിന്റെ പ്രതിപുരുഷനായ പിന്നെ ഈ പുരോഹിതന്മാർക്ക് അവിടെ തോന്നിയാസങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ തോന്നിവാസങ്ങളും മനുഷ്യന്റെ പിന്നെ ലൈംഗിക പ്രശ്നങ്ങളും എല്ലാം ഈ ഒരു പത്കളെന്ന് കരുതുന്ന ആരാധനകളിലൊക്കെയാണ് നടക്കുന്നത്. നമ്മുടെ തന്നെ നോക്കുകയാണെങ്കിൽ അവർക്ക് യേശു ക്രൂശിതനായിട്ട് മരിക്കുകയാണ്. ഒരു ദൈവത്തിന്റെ കൃത്യമായിട്ടാണ് കാണുന്നത്. അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുക പിന്നെ സഭക്കാരെന്ന് പറഞ്ഞു. അതായത് എന്റെ ദൈവമേ നീ എന്നെ കരുതിട്ടോ, എന്നെ വിശ്വസിക്കുക എന്നുള്ളത് ദൈവം കരുതുക എന്ന് പറഞ്ഞാല് പിന്നീട് ആ ദൈവത്തിലേക്ക് എന്താകാതെ കൊണ്ട് നമ്മൾ ചെല്ലാനാണ്.
അങ്ങനെ നിസ്സഹായമായ മറ്റൊരു ശക്തിയോടൊക്കെയാണ് അപേക്ഷിക്കുന്ന ഒരു ദൈവസങ്കല്പം. ദൈവസങ്കല്പമല്ല, അത് മതസങ്കല്പം, അത് മനുഷ്യസങ്കല്പം, മനുഷ്യ നിർമ്മിതിയാണെന്നുള്ള ഒരു ദൈവമാണ്. അതുപോലെ തന്നെ രാമനും കൃഷ്ണനും ഒക്കെ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നോക്കിയാൽ മതി. സ്വന്തമായ കുടുംബത്തിൽ തന്നെ മരണം നോക്കിയാൽ മതി. സാധാരണ മനുഷ്യൻ മരിക്കുന്ന പോലെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മരണമേ അല്ല. സമാധാനം ഇല്ലാത്ത, യുദ്ധം നടത്തിക്കൊണ്ട് സ്വസ്ഥത ഇല്ലാത്ത, ഇങ്ങനെയൊക്കെയാണ് ജന്മങ്ങൾ പോലും ജീവിച്ചത്. ചീഞ്ഞ ഗർഭിണിയായിരിക്കെ സംശയത്തിന്റെ പേരിൽ കാട്ടിലേക്ക് ഇരിക്കുന്ന ഒരു ദൈവമാണ്. ശരിക്കും സ്ത്രീയുടെ സംശി പരീക്ഷിക്കാനോ അല്ലാതെ ദേവിയാണ്. അത് സംശയം ഉണ്ടാവുന്നു. ദൈവം സാധാരണ മനുഷ്യന്റെ നിലവാരത്തിലേക്ക് ഒരു ദൈവം താഴ്ന്നു പോകുന്നു. അപ്പോഴൊക്കെ നമ്മൾ ചോദിക്കണം, ഇവിടുത്തെ ഇന്ത്യയുടെ ദേശീയ ദൈവമായിട്ടാണ് രാമൻ. രാമൻ മര്യാദ ഉത്സവനാണ്. പക്ഷെ എത്രത്തോളം മര്യാദകൾ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ അവനോടുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? അത് ബ്രാഹ്മണന് ഹാനി സംഭവിക്കുന്ന എന്തൊരു സംഭവം ഉണ്ടായി. ബ്രാഹ്മണന്റെ കുഞ്ഞ് മരിച്ചു. അതിന് കാരണം ദൈവത്തെ അവർണ്ണ മതത്തിൽ ചണ്ടാളൻ ആരാധിച്ചത് കൊണ്ടാണ്. പലവെടുക്കളെയും ചെയ്യുന്നത് സംഭവത്തിൽ. എന്നിട്ട് ഇവിടെ കിടക്കുന്ന എന്താണ് ഇത് സ്ത്രീക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ്. ഓരോ വീട്ടിലും ഓരോ ബാബുക്കൊട്ടിലും ഇവിടെ ഒരാൾ പറഞ്ഞതിനോട് താങ്ങുള്ള വാക്കുകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ്. ഇപ്പൊ രാമൻ എന്നുണ്ടെങ്കിൽ അവർ രാമൻ പറഞ്ഞ അവനെ കരുതുന്ന അതേ സിസ്റ്റത്തിലാണ് അവനിപ്പം അതിനെ ബാധിക്കുന്നത്. ഇവരുടെ മകനൂടെ ഭരണഘടനയിലേക്ക് വരുത്തുവാനും ഈ പാർട്ടി രാഷ്ട്രീയം ഇന്ത്യയുടെ ദേശീയതയായിട്ട് പരിണമിപ്പിക്കുവാനും ഇപ്പൊ ഉണ്ടായ സംഭവങ്ങള് ഭരണഘടന മതേതര രാഷ്ട്രത്തിലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തില് അവരുടെ ചിഹ്നങ്ങളൊക്കെ കൊണ്ടുവന്ന് ബിംബങ്ങളെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് ഭാരതമാതാവ്. അങ്ങനെ ഒരു മാതാവ് ഉണ്ടോ? ഭാരതം ഇന്ത്യൻ രാഷ്ട്രീയമാണ്. ലോകത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യ. അവിടെ നമ്മളെ ഇപ്പൊ നമുക്ക് അതിനോടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതിന്റെ ബിംബവൽക്കരിക്കുകയും ദൈവവൽക്കരിക്കുകയും അത് മറ്റൊരാളുടെ കുതിര കയറാനുള്ള കുറിച്ചാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിനെ കൊണ്ട് ബലിപർണ്ണമാക്കിക്കൊണ്ട് എന്ന് പറയുന്ന പോലെ കൊണ്ടുവന്ന് കളിപ്പിക്കുക. ദൈവങ്ങളുടെ ഒക്കെ സങ്കല്പത്തിന്റെ ആ ഒരു ബാലിശതയും വെറും നിസ്സാരതയും ഒന്നും ചിന്തിക്കുക. അതാണ് ചിന്തിക്കുക ആചാര്യല്ല. അതൊക്കെ ഞാൻ പറയുന്നുള്ളൂ. അവരുടെ നിയമങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ചു മനുഷ്യൻ എങ്ങനെ വിഭജിക്കുന്നുണ്ട് എന്നുള്ളത്, സ്ത്രീനെ എങ്ങനെയാണ് ആകാറുന്നുള്ളത്. പിന്നെ നമ്മുടെ സ്വത്ത് പോലും ഇസ്ലാമിന്റെ പാരമ്പര്യ സ്വത്തിന്റെ കാര്യത്തിലുള്ള പിന്നെ എന്താണ് ഒരു നീതിയില്ലായിരുന്നു. അതൊക്കെ അനുഭവിക്കുന്നതാണ് നമ്മള്. എന്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസത്തിനാണ്. എന്നോട് ഞാനിങ്ങനെ മതത്തിനെതിരെ പറയുന്നു എന്നുള്ളത് എന്റെ വീട്ടിൽ നിന്നൊക്കെ പോയി പോയതിനു ശേഷം ഞാൻ ചോദിക്കാണ് ഇതിനൊക്കെ പറയൂ. എന്റെ സഹോദരനെയാണ് അവളുടെ അവളുടെ ഭർത്താവ് മരിച്ചു പോയി. പക്ഷെ തൊട്ട് മൊത്തം കുടുംബത്തിലേക്ക് കിടക്കുവാണ്. അങ്ങനെയുള്ള പാരമ്പര്യ സ്വത്തില് ഈ മരിച്ചുപോയ ആൾക്കാർ മക്കൾക്ക് അവകാശം ഇല്ലാന്നുള്ള ശരിയത്തെ നിയമം ഉമ്മാന്റെ മോളൊക്കെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി അത് തെറ്റിയാണ് വിശ്വസിക്കുന്നത്. അത് പറഞ്ഞിട്ട് അത് കാര്യമുണ്ട്. അത് ഏറ്റവും മതി എന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെ കളിക്കുന്നത്? ഇവർക്ക് അനുഭവത്തിൽ നിന്നും പഠിക്കുന്നില്ല. അവരാ ഒരു ചരിത്രകൾ എഴുതി കൊടുത്ത് ആരൊക്കെയോ തയ്യാറാക്കി വെച്ച് ഈ ചരിത്രകള് ആരാധനാക്രമങ്ങള് ഈ ശ്രുതിഗീതങ്ങൾ ഇതൊക്കെ ഒരു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം മനുഷ്യന്റെ സമയമായിട്ട് എടുക്കുന്നതും ഒരു ഗുണവും ഇല്ലാതെ സമയം വേസ്റ്റ് ആകുന്നു, നമ്മുടെ അധ്വാനം വേസ്റ്റ് ആകുന്നു, നമ്മുടെ ഭയം കൂടുന്നത്. പ്രായത്തിൽ ചെല്ലുന്നതും മരണമയം കൂടുന്നു, നരകമയം കൂടുന്നു. ഈ നിസ്സാര മനുഷ്യ ചെയ്ത് ചെറിയ തെറ്റി കൂടും. ഒരു മുടിക്കടി കണ്ട് പണ്ടൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട്. ഇപ്പോഴാണ് പണ്ട അല്ലെങ്കിൽ ശരീരം മൊത്തം പറയുന്ന വേഷിക്കുന്നത്. അപ്പൊ നേരത്തെ ചെയ്തതിന്റെ എല്ലാം പലിശയായിട്ട് കൂടെ കൂടിക്കൂടി വരികയാണ്. ഇപ്പൊ ഈ വർഷ കാലത്ത് ഡ്രസ്സിങ് ചെയ്ത് കോഡ് ചെയ്ത് വരികയും പക്ഷെ നേരത്തെ മുൻ കാലത്തോടു കൂടി പലിശയായിട്ട് കിടക്കാൻ ഇതിനൊക്കെ അവിടെ ചെല്ലുമ്പോൾ നരകത്ത് നിത്യ നരകം അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ കാരണം എത്രയോ വർഷങ്ങൾ കോടി വർഷങ്ങളെ കഴിയുമ്പോൾ അവർക്ക് മുക്തി കൊടുക്കുന്നത് കുറച്ച് വിശ്വാസിയായിരുന്നത് കൊണ്ട് അതൊക്കെ കൊണ്ട് ഭീതിജനമാണ്. അവരുടെ ഓരോ നിമിഷവും ഓരോ ദിവസത്തിനെയും നമസ്കാരം വൈകിപ്പോയുള്ള ഭയം. അപ്പൊ ഈ കാലില്ലാത്തവരും കണ്ണില്ലാത്തവരും എല്ലാം നമസ്കരിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പുകൾ ഉസ്താദന്മാരിട്ട് പ്രസംഗിക്കുന്നു.
അവർക്ക് പോലും ചെയ്യാൻ പിന്നെ നിനക്ക് എല്ലാ പരിപൂർണ്ണ ആരോഗ്യമുള്ള നീ അലസത കാണിച്ചു, അതിന് വേറെ അഡീഷണൽ ശിക്ഷ. അങ്ങനെ സ്വസ്ഥതയില്ലാത്ത ജീവിതം നയിക്കാനാണ് ഇതിന്റെ ഗതി. നമ്മളെ സന്തോഷമായിട്ടും ഭയമില്ല, കാരണം ഇതൊന്നും വാസ്തവമില്ല. ആരെയും ഉപദ്രവിക്കാതെ വല്ലപ്പോ പറ്റുന്ന ഉപകാരം ചെയ്യുക, ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. അവരുടെ ഇഷ്ടത്തിന് സമാധാനത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നിർബന്ധിച്ചിട്ട് ശരീരത്തിന് കൊണ്ടുവരുന്നതിന്റെ കാര്യമില്ലാണ്. അതും കൂടെ മാതാപിതാക്കളുടെ പേരിലാണ് ഭയപ്പെടുത്തിച്ചത്. ഇതിന്റെ ഈ മക്കൾ ഇത്ര പ്രായമായ ഞാൻ മതം കിട്ടിയതിന് ശേഷം എന്റെ അമ്മയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ വിവരം നോക്കുകയാണ്. ഞാൻ ഇത്രത്തോളം പ്രായപൂർത്തിയായി, ചിന്താശേഷി വന്നു. എന്റെ തീരുമാനങ്ങൾക്ക് അംഗീകാരമുള്ള ഒരു രാജ്യത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ ഇവിടുത്തെ മനുഷ്യാവകാശം വ്യവസായം പുരോഗമിക്കപ്പെട്ടു. അതിന്റെ ഫലമായി സ്ത്രീക്ക് അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അധികാരം വന്നത്. അപ്പൊ ആ ഒരു വഴിക്കാണെങ്കിൽ ഈ ഞാൻ ഇപ്പം ഏകദേശം എല്ലാവർക്കും വേണ്ടി ക്രൂശിക്കുന്നത് പോലെ എന്റെ ഉമ്മായ ക്രൂശിക്കെത്തുകയെന്ന് പറഞ്ഞാൽ ആ ദൈവം വഴി വന്നു വിളിക്കാമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ പോലെ ഈ സ്വന്തം മക്കളുടെ ജീവിതത്തില് മകളുടെ ഈ വിവാഹ ഭർത്താവ് മരിച്ചിട്ട് വരുന്ന ഈ സ്വത്തിന്റെ കാര്യത്തിലായാലും ഒരുപാട് കാര്യങ്ങളില് നമുക്ക് എതിരായിട്ട് ഈ നിയമം നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അത് വിശ്വസിക്കാനായിട്ട് തുടരാനായിട്ട് അത് നിർബന്ധിതമായത് തന്നെയാണ്. നമ്മള് എന്താണ് ഈ സമാധാനവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കാൻ ഇതിന്റെ ഒക്കെ അർത്ഥരാശൂന്യത മനസ്സിലാക്കുവാനും നമ്മുടെ നെക്സ്റ്റ് ജനറേഷനോട് അവരിപ്പം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒട്ടും തന്നെ ഈ പ്രസംഗമൊന്നും കേൾപ്പിക്കാനുള്ള ക്ഷമ റീൽസുകള് അതുപോലെയുള്ള വെറും ഇതിന്റെയൊക്കെ പുറകെയാണ് പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞിനോട് ഭജനൊക്കെ പറഞ്ഞു കൊടുത്ത് അവന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അവന്റെ സ്കൂളിൽ എന്തോ ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ പൊന്നു മോനെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ നിന്റെ യുക്തിവാദത്തിന്റെ ആ ഒരു നേരിയ സ്ഫുരണം പോലും കാണിച്ചേക്കരുത്, കാരണം അവനവിടെ തുടർന്ന് പോകണം. അപ്പൊ പറ്റുന്നവർക്ക് മാത്രമേ നിന്നത് പ്രകടിപ്പിക്കാവുന്ന എന്റെ സമയമാകുമ്പോൾ മാത്രം നിന്റെ കൂട്ടുകാരോട് ചോദിക്കുകയും ദൈവവിശ്വാസത്തോടൊക്കെ ഞാൻ പറയുന്നത് കേട്ടായിരിക്കും അവരോട് ചെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അതെല്ലാം വിശ്വാസികളാണ്. അവരുടെ അമ്മമാരോട് എന്ന് പറയും. അവരാണ് കംപ്ലൈന്റ് ഒരു സ്കൂളിൽ വരും, ഇങ്ങനെ ഒരു കുട്ടി അവരുടെ അമ്മയും കൂടെ ഇങ്ങനെ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്നു പറയുന്നത്. അതിന് പ്രശ്നം അങ്ങോട്ട് നീ ഇപ്പൊ നിശബ്ദ പറയുന്നത് സത്യം എന്തെങ്കിലും മനസ്സിലാക്കുമല്ലോ. നിനക്ക് സത്യം ഏതാണെന്ന് മനസ്സിലായി നീ അങ്ങോട്ട് പോയിക്കോ. സത്യം ഏതാണെന്ന് നീ തന്നെ തീരുമാനിച്ചപ്പോ ഒരു ബുദ്ധിയൊക്കെ പറയാൻ കാലം വരുമ്പോ കുട്ടിക്കത് പറയാം. ഇപ്പൊ എന്റെ മോൻ മിണ്ടാതിരിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. എന്റെ പാപ്പയും പറയണം വിഡിയോകളോട് തട്ടിക്കാൻ നിൽക്കരുത്, അത് നമുക്ക് ഒരുപാട് ദൂഷ്യങ്ങൾ വരുത്തുന്നു. ഇപ്പൊ ഈ എന്താണ് ഉക്കടത്ത് ഒരു മുസ്ലിം മതം വിട്ടു പോയ ഫാറൂഖ് എന്നുള്ള ചേർക്കനെ കൊന്നു. അവനെ ഇത് വിഡിയോകളോട് സ്വീകരിക്കാൻ പോയി, അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് വാസ്തവം. നമ്മളോട് ചിലപ്പം വന്ന് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട്. നമുക്കറിയത്തില്ല, നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അവർ ആ ശരിയാന്ന് പറയും. നാളെ അവരുടെ പുറകിൽ എന്ത് ചതി ഉണ്ടോ നമുക്കറിയത്തില്ല. കാരണം അവര് മാനവികതയോ കരുണയോ അങ്ങനെയുള്ള ഒന്നും അവരെ ബാധിക്കുന്നേ ഇല്ല. അവർക്ക് അവരുടെ ദൈവമാണ്, അവരുടെ വിശ്വാസമാണില്ല. അവരെ ടൂളാക്കിക്കൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഉള്ള ടൂളുകളാണ് വരുന്നത്. തിരിച്ചറിയുന്ന കാലം സംജാതമാകട്ടെ എന്നാണ് എനിക്കത് പറയാനുള്ളത്. അപ്പൊ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ ഒരു വ്യവസ്ഥയാണ്. അതൊക്കെ കാണിച്ചിട്ടാണ് ഇവര് പറയുന്നത്. ഇവർക്ക് പിന്നെ എങ്ങനെയാണ് നടക്കുന്നത്, ഇത്ര സംവിധാനിച്ചേക്കുന്നത്, ഇത്ര അനുസൃതമായിട്ട് പോകുന്നത്. പ്രകൃതിക്ക് ഒരു ബോധതലത്തിലല്ല അത് പ്രവർത്തിക്കുന്നത്. പ്രകൃതിക്കൊരു പ്രജ്ഞയില്ല. അതൊരു ഒരു എന്താണ് ഒരു വ്യവസ്ഥയില്ലാതെ സംഭവിക്കുന്നുണ്ടോ അതിൽ ചില നല്ലത് സംഭവിക്കും, മോശം സംഭവിക്കും. അതൊരു പ്രത്യേക ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് തോന്നാറില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ ദൈവങ്ങളൊക്കെ ശരിയായിരുന്നെങ്കിൽ നമ്മുടെ അടുത്ത് നിന്നുള്ള ഈ വയനാട്ടിൽ നടന്ന ദുരിതങ്ങളിൽ 3 ദൈവങ്ങളുടെ ആളുകളും മരണപ്പെട്ടു. അതൊന്നും നിരീശ്വരവാദികളോ യുക്തിവാദികളോ ആയിരുന്നില്ല. അവരൊക്കെ ആ സമയത്ത് എന്താണ് അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അവരെങ്ങനെ രക്ഷിക്കപ്പെട്ടാലും നമ്മൾ കാണുന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസം ഉള്ളത് കൊണ്ട് പ്രകൃതി എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യം ഇവരായിട്ട് നേടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. വിമാനബന്ധം ഉണ്ടായി വിശ്വാസികളായിരുന്നത് അവരൊക്കെ എത്രയോ ചങ്ക് പൊട്ടി നിലവിച്ചിട്ടുണ്ടാകും. എത്ര ഭീതിജനകമായ അന്തരീക്ഷമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പൊ പോലും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ശക്തി വരുന്നില്ല. ഏതൊരു ശരിയായ ദൈവം ഉണ്ടെങ്കിൽ, ഒരു ശരിയായ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ആൾക്കാരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണ്ടേ. നമ്മളിപ്പോ വിശ്വാസികൾ പോകുന്ന തീർത്ഥാടനങ്ങൾ ഇവിടെ എല്ലാവർക്കും അപകടങ്ങൾ സംഭവിക്കുന്നത് ചോദിച്ചപ്പോൾ അതിന്റെ മനുഷ്യന് മരണം പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് പിന്നെ എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്നൊരു ഖുർആൻ വചനമുണ്ട്. അതിപ്പോ ദൈവം പറയണോ? അത് നമുക്കറിയാം. ജീവനുകളെല്ലാം അസ്ഥിയിൽ നാശം ഉണ്ടാകും, നശ്വരമാണ്. അപ്പൊ അത് ദൈവവചനം കണ്ടില്ലേ പറഞ്ഞേക്കുന്നത്. എല്ലാ
ദേഹങ്ങളും മരണത്തിന്റെ രുചി അറിയുന്നു. അതുപോലെ തന്നെ നിങ്ങളൊരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നു. അതൊക്കെ നമുക്ക് എത്തുന്ന കാര്യങ്ങളാണ്. ദൈവം പ്രത്യേകിച്ച് വരേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ മരണത്തിന്റെ കാര്യം. മരണം എല്ലാവരും അനുഭവിക്കും എന്നുള്ളത് ദൈവത്തിന്റെ അല്ലെങ്കിൽ ഈ അത് അത്രയ്ക്കും കഴിവുള്ള ദൈവമാണെങ്കിൽ ഇന്ന് നടക്കുന്ന ആധുനിക സംവിധാനങ്ങളെ കുറിച്ച് ആയിരിക്കും സൂചന നൽകണം, പറയണം. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിന് സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുകയും മെച്ചപ്പെടുത്തുകയും എല്ലാം ചെയ്ത ആധുനിക ചിന്താഗതികൾ ഈ ദൈവ പ്രാർത്ഥനയുടെ ഫലമല്ല, വിശ്വാസത്തിന്റെ ഫലമല്ല, മനുഷ്യന്റെ ബുദ്ധിയും യുക്തിയും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി കഷ്ടപ്പെട്ട് അനേക കോടി മനുഷ്യർ ഒന്നിച്ചു ചേർന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വാഹനങ്ങളാകട്ടെ, ഇപ്പം പെട്രോളിയം ആകട്ടെ, അതൊക്കെ അവിടെ മനുഷ്യരുടെ അതിനെക്കുറിച്ചൊന്നും സൂചനയില്ല, ഒരു ദൈവം പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ മുമ്പില് വസ്തുത നമുക്കറിയാവുന്ന കാര്യങ്ങൾ കാണിച്ചിട്ട് അത് പറഞ്ഞത് കണ്ടില്ല, ഇത് പറഞ്ഞില്ല, ഇപ്പൊ വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. അടുത്ത ഒരു 100 ആണ്ടുകൂടെ കഴിയുമ്പോൾ ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതിന്റെ സൂചന വരട്ടെ, അതൊന്നുമില്ല. അതൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇവരെല്ലാം അതിന്റെ അതിന്റെ അവകാശവാദം പറയും. ഇപ്പൊ ഈ ഭഗവത്ഗീത വിമാനത്തിന്റെ കത്തിയില്ല, ഖുർആൻ കത്തിയില്ല, ഭൂകമ്പത്തിന്റെ ഖുർആൻ കിട്ടി, തീ പിടിച്ചിട്ടും കത്തിയില്ല. ഇതൊക്കെയാണ് ദൈവത്തിന്റെ വലിയൊരു അസ്തിത്വത്തിന്റെ തെളിവായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. അതൊക്കെ എത്ര ബാലിശമാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അവരൊക്കെ പ്രഘോഷിക്കുകയാണ്, ഷെയർ ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇത് ശരിയാണോ? സാധാരണ കേവല ബുദ്ധിക്ക് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിനാണ് ഈ നമ്മള് തോന്നിയ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണെന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഇവര് ജൂതന്മാരുടെ നമ്മള് ഭാരതീയർ അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു. അതായത് പ്രത്യേകിച്ച് വർഗീയപരമായിട്ട് അവരിവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇന്ത്യ സ്വന്തം ദേശമായിട്ട് കരുതിയിട്ടില്ല. അവർ ഇസ്രായേലാണ് അവരുടെ മാതൃരാജ്യം. അങ്ങോട്ട് പോകാനായിട്ട് ഓരോ ജൂതനും ശ്രമിച്ചത്. അവിടെ ചെല്ലുന്നത് നമ്മളിപ്പോ അവർക്ക് പിന്തുണ കൊടുക്കുന്നത് നമ്മൾ അവിടെ ചെന്നാലുള്ള ഇന്ത്യൻസിനുള്ള അവരുടെ പ്രവൃത്തികൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. ദൈവം വാഗ്ദാനം ചെയ്യപ്പെട്ട, സ്വന്തം വാഗ്ദാനം ചെയ്യപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുള്ള മതമാണ്. അതിന്റെ വെളിയിലേക്ക് ആർക്കും പോകാനും ആകത്തില്ല, അതിനുള്ളിൽ നിന്ന് ആർക്കും അകത്തേക്ക് സ്വീകരിക്കപ്പെടുകയില്ല. അടഞ്ഞ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അവരുടെ തോന്നുന്നത്. ആ ആൾക്കാര് അവരുടെ ദൈവസങ്കല്പങ്ങൾ എത്രത്തോളം പ്രബുദ്ധരും ശാസ്ത്രവും എഡ്യൂക്കേഷൻ ഉള്ളതും ശാസ്ത്ര ലോകത്ത് സംഭാവനകൾ തന്നതാണെങ്കിൽ പോലും അവരുടെ അന്തർലീനമായിട്ട് ഈ വിശ്വാസങ്ങൾ അവരെ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വേദനകരം. അതിനൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവര് പോലും വിശ്വാസികളാണ്, എന്നിട്ടാണ് ഒന്നും അറിയാത്ത നീയൊക്കെ കിടന്നുകൊണ്ട് ദൈവത്തിനെതിരെ സംസാരിക്കുന്നത്. ആ വിശ്വാസങ്ങൾ ഇവരംഗീകരിക്കോ? ഇല്ല. ഇവരുടെ ദൈവത്തെ അവരംഗീകരിക്കും, അവരുടെ യഹോവയെ ഇവരംഗീകരിക്കുവോ? ഇല്ല. യഹോവയെ അള്ളാഹുവിനാണ് പ്രശ്നമല്ല. മതവിശ്വാസികളുടെ ഞങ്ങൾക്ക് വിശ്വാസികളാണ്, വിശ്വാസമില്ലാത്തവരാണ് എല്ലാ അക്രമത്തിനും കാരണം എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ തന്നെ സണ്ടയാണ്. ദൈവം ഏതാണ് ശരി, രാമനാണ് ആത്യന്തികമായിട്ടുള്ള ശക്തി, കഴിയും. രാമൻ ആത്മഹത്യ ചെയ്തില്ല, സമീപിച്ചാലും ആത്മഹത്യ ചെയ്തില്ല, ആത്യന്തികമായ ശക്തി ഉണ്ടെങ്കിൽ. കൃഷ്ണൻ അമ്പ എടുക്കത്തില്ല മനുഷ്യന്റെ കയ്യിൽ നിന്നും. യേശുവിന്റെ ക്രൂശിൽ കിടന്ന് മറ്റുള്ള ജ്യൂസിന്റെ കയ്യിൽ കൊണ്ട് ക്രോശം കിടന്നു നിലവിളിക്കേണ്ടി വരത്തില്ല. അവർക്ക് കഴിവുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ, നമ്മളെ കൂടെ രക്ഷിക്കാൻ അവരെ പറ്റും. അവർക്ക് പോലും അവരെ രക്ഷിക്കാനാകുന്നില്ല. ഒരു കുടുംബജീവിതം തകർന്നു പോകുന്നതാണ്. ഇവരാരുടെ കുടുംബജീവിതം സമാധാനം കൃഷ്ണന്റെ അല്ല. ആ യാതൊരു മൊത്തം നശിച്ചു പോകാനും തലതിരിക്കുന്ന വേർക്കിടങ്ങൾ കാരണം. ഈ രാമന്റെ ആണെങ്കിൽ ഭാര്യ സംശയം, കുട്ടികളെ പോലും വളർത്താൻ പറ്റിയില്ല. അവരറിഞ്ഞ് തിരിഞ്ഞ നാടുകളെ പാട്ടും പാട്ട് വന്നപ്പോഴാണ് മക്കളാണെന്ന് തിരിച്ചറിഞ്ഞത്. ദൈവമായിട്ട് തിരിച്ചറിഞ്ഞത് രാമനെ കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ അത് വാൽമീകി എഴുതിയത്. ആരാണ് ഇവരുടെയൊക്കെ നിർമ്മാതാക്കൾ? ഈ മനുഷ്യർ തന്നെ. അവരുടെ രചനകൾ സാഹിത്യങ്ങളിലുമാണ് ഈ ദൈവങ്ങൾ ഉണ്ടായത്. ആ സത്യം വിളിച്ചു പറയുമ്പോൾ ശത്രു ആക്കപ്പെടുകയാണെങ്കിൽ, എതിർക്കപ്പെടുകയാണെങ്കിൽ ഒന്നുമില്ല, നമ്മളതിൽ തന്നെ ഉറച്ചു നിൽക്കും, അത് തന്നെ പറയും. അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങൾ ഞാൻ വരും. നിങ്ങൾ ഇതുപോലെ എന്നെ പോലെ പറയുക, നമ്മുടെ ചുറ്റുവട്ടത്ത് പറയുക, കുടുംബങ്ങളിൽ പറയുക. നമ്മളെല്ലാം സാഹോദര്യത്തോടെ സ്നേഹത്തോടെ കഴിയാൻ പറ്റുന്നത് ലോകം അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നാലും കുറെ താരതമ്യേന ശാന്തമായ ഒരു അന്തരീക്ഷം, നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം, നമ്മുടെ കുടുംബാന്തരീക്ഷം, നമ്മുടെ അയൽവക സാമൂഹ്യപ്പെടുക. അന്തർദേശ തലത്തിൽ പോലും നമ്മൾ ഓരോ വ്യക്തിയും മതത്തിന്റെ അസ്യത കുറച്ചാല്, മൂർച്ച കുറച്ചാല് കുറെയൊക്കെ
പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും സഹവർത്തിത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ എല്ലാവരും ഭാഗഭാഗമാകുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.